ഹോസ്പിറ്റൽ. ഡോക്ടർ എന്ത് പറഞ്ഞു? ഞാനും എൻ്റെ മോരും ചോറും അതിൽ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് എല്ലാവർക്കും വെരി ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 11 മണിയായി. ഇത് ബിഗ് ബോസ് പോലെയല്ലേ? സമയം രാവിലെ 10 മണി, സമയം വൈകുന്നേരം. ടങ് സ്ലിപ്പാവാണ്. ഓക്കെ, ആക്ച്വലി ഞാനിന്ന് ഹോസ്പിറ്റലിൽ പോകണം. ഞാൻ വീട്ടിൽ വന്നിട്ട് ഇന്നാണ് ഫസ്റ്റ് ഡേ ഔട്ട്, അതും ഹോസ്പിറ്റൽ. കാരണം നമ്മൾ നേപ്പാളിലുള്ള ക്ലൈമറ്റ് വേറെയാണല്ലോ അല്ലേ, അവിടെ ഫുൾ തണുപ്പാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് പനി വന്നു, ജലദോഷം വന്നു. ഞാൻ ട്രെയിനിൽ വരുമ്പോൾ ഓൾറെഡി നല്ല പനിയൊക്കെ ആയിരുന്നു. അന്ന് വീട്ടിൽ വന്ന് ഫുൾ ടയർഡ്. ഹോസ്പിറ്റലിൽ പോയില്ല, ടാബ്ലറ്റ് കഴിച്ചു. പിന്നെ എനിക്ക് ഇന്ന് ഞാൻ എൻ്റെ ഫസ്റ്റ് ഡേ ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞില്ലേ, അതെന്തെന്നറിയോ? പല്ല് വേദന, റിയലി പെയിൻഫുൾ. അവിടെ ചോക്ലേറ്റ് കഴിച്ചിട്ടാണോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പല്ല് അറ്റത്ത് ലാസ്റ്റ് പല്ല് ഫുള്ളും കേട് വന്നിരിക്കുകയാണ്. അപ്പോൾ നല്ല പല്ല് വേദനയായിരുന്നു ഇന്നലെ രാത്രി ഫുള്ളും. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനു വേണ്ടി ഞാൻ റെഡി ആവാൻ പോവുകയാണ്. ആക്ച്വലി ഞാൻ നേപ്പാളിലായിരിക്കുമ്പോൾ ഒന്നും റെഡി ആവില്ല കേട്ടോ. ജസ്റ്റ് ഇതേപോലെ തന്നെ ജസ്റ്റ് പൊട്ട് വെച്ച് ലിബം അങ്ങനെ ഡ്രസ്സ് മാറ്റി പോകും. പക്ഷെ ഇവിടെ അങ്ങനെ പറ്റില്ലല്ലോ. അങ്ങനെ പറ്റും, ബട്ട് എന്നാലും ഞാൻ സുന്ദരിയായി കാണണ്ടേ. ഓക്കെ, അപ്പോൾ ഒരു ക്യാമറ ഇങ്ങനെ ഇളകണം. ഓക്കെ, അപ്പോൾ ഞാൻ റെഡി ആവാൻ പോകണം. നമുക്ക് കാണാൻ വരും. ആക്ച്വലി എൻ്റെ ക്യാമറ കുറച്ച് മുകളിലത് കയറാൻ ഞാൻ കുറച്ച് ഹൈറ്റ് കുറവ് കണ്ടോണ്ട് ഇങ്ങനെ നിൽക്കേണ്ട അവസ്ഥയാണ്. ഓക്കെ ഫൈൻ. ഓക്കെ, ഞാൻ റെഡി ആവാൻ പോവാണ്. റെഡി ആയിട്ട് നമുക്ക് കാണാം എൻ്റെ ലുക്ക് എങ്ങനെയുണ്ട് എന്ന്. ആക്ച്വലി മേക്കപ്പ് ഇടണം എനിക്ക് അറിയില്ല വലുതായിട്ട്, എന്നാൽ പോലും എനിക്ക് അറിയുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, ബൈ. ഫൈനലി ഞാൻ റെഡിയായി. ഇതാണ് എൻ്റെ ലുക്ക്. നമുക്ക് എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? ആക്ച്വലി ഈ ഡ്രസ്സ് വന്നത് എൻ്റെ സിസ്റ്ററുടെ ഡ്രസ്സാണ്, ടോപ്പ്. ഞാൻ നേപ്പാളിൽ പോകാൻ മുമ്പ് ഈ ഡ്രസ്സ് എനിക്ക് കൊള്ളില്ലായിരുന്നു, ബട്ട് റിട്ടേൺ വന്നപ്പോൾ എനിക്ക് കൊള്ളില്ല ഡ്രസ്സൊക്കെ. ഈ ജാക്കറ്റ് നേപ്പാളിലെ ജാക്കറ്റാണ്, മൈ ഫേവറേറ്റ് ജാക്കറ്റ് ഇല്ലേ? ഇതാണ് എൻ്റെ ലുക്ക്. ബട്ട് എത്ര ലുക്കായാലും ഈ വെയിലത്ത് ആനക്കുട്ടി പോലുള്ള ഹെൽമെറ്റ് കാണിച്ചോ. ഈ ആനക്കുട്ടി പോലുള്ള ഹെൽമെറ്റ് ഇട്ട് പോകാൻ വെച്ചാൽ ഇത്രയും നേരം കഷ്ടപ്പെട്ടിട്ട് മേക്കപ്പും ഈ ഹാറ്റ്സിലൊക്കെ പോയിട്ട് കൊണ്ടാവും. ഓക്കെ, അപ്പൊ ഞാൻ ഇറങ്ങാൻ നിൽക്കണം, ഹോസ്പിറ്റലിൽ പോയി നിൽക്കണം. വെള്ളം കൂടി അടിച്ചിട്ടുണ്ട്. ഈ വെയിലത്ത് മീൻസ് മിനറൽ വാട്ടർ കുടിച്ചപ്പോൾ ഉള്ള ജലദോഷം തൊണ്ടവാനും കൂടും. അത് തന്നെയാണ് ചൂടുവെള്ളം, ജീരകവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോട്ടെ. ആക്ച്വലി ഇവിടെ സമയം ഏകദേശം എത്രയായി? 12:30 ഈ വെയിലത്ത് തന്നെ എങ്ങനെ പോകുന്നത് എനിക്ക് അറിയില്ല. കഷ്ടം. ആക്ച്വലി ഞാൻ ചുടുവെള്ളം എന്ന് പറഞ്ഞു, ചുടുവെള്ളമല്ല കേട്ടോ. ചുടുവെള്ളം ആണ്, ബട്ട് ചുടുവെള്ളം ചൂടാക്കി അത് തണുപ്പിച്ച് എന്നിട്ട് കുപ്പിയിലിട്ട ചൂടുവെള്ളം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനിയിപ്പോൾ പ്ലാസ്റ്റിക് കുപ്പിയിൽ ചൂട് വെള്ളം ഒഴിക്കാൻ പാടില്ലോ എന്ന് കമൻറ്റ് അടിക്കും. ഓക്കെ, അത് ഞാൻ അടിക്കരുത് പ്ലീസ്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചൂടുവെള്ളം തണുപ്പിച്ചിട്ട് കുപ്പിയിട്ടിരിക്കണം. ഓക്കെ, ഞാൻ ഇറങ്ങട്ടെ. സമയം ഓൾറെഡി എന്നെ വിളിക്കാൻ തുടങ്ങി എൻ്റെ ഫ്രണ്ട്സ്. വെറുന്ന്. ഓക്കെ, ബൈ. നമുക്ക് അവിടെ പോയി കാണാം. ആഫ്റ്റർ 2 മാസത്തിന് ശേഷമാണ് ഞാൻ നമ്മുടെ പാലക്കാട് കാണുന്നത്. ആക്ച്വലി ഞാൻ നേപ്പാൾ ഫുള്ളും കാടും മലയും അങ്ങനെ കണ്ട ശേഷം പാലക്കാട് കാണുമ്പോൾ ഓക്കെ ഞാൻ സിറ്റിയിൽ വന്നു, നമ്മുടെ പാലക്കാട് എത്തിയെന്ന് അങ്ങനെ ഒരു ഭയങ്കര ഫീൽ വന്നു ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ എനിക്ക് ഡോക്ടറിനെ കാണുന്നത് 10 മണിക്കായിരുന്നു കേട്ടോ. 10 മണിക്കായിരുന്നു അപ്പോയിൻമെൻറ്റ്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ ലേസിയാണ്, റെഡിയാൻ തന്നെ ലേറ്റായി. അപ്പോൾ ഞാൻ വേഗം റിസപ്ഷനിൽ പോയിട്ട് ഡീറ്റെയിൽസൊക്കെ അന്വേഷിച്ചു എങ്ങനെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എനിക്കാണെങ്കിൽ പല്ല് വേദനിച്ച് ചിരി വരുന്നുണ്ട്. എൻ്റെ ഓപ്പോസിറ്റ് പേഴ്സണാണ് എന്നെ വെറുതെ കളിയായിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ കാണിക്കുക അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്നെ ഉള്ളിൽ കയറി ആ പച്ച കളർ എന്താ പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. അതിൽ എന്നെ ഇരിക്കാൻ പറയുമ്പോൾ ഞാൻ മീൻസ് ബെഡ് പോയിട്ടേന്ന് ബാക്കിൽ എന്താ പറയുക ചെരിഞ്ഞു. നല്ല കോമഡി സീനായിരുന്നു. പിന്നെ ഡോക്ടറൊക്കെ വന്നിട്ട് ഇങ്ങനെ ചെക്കൊക്കെ ചെയ്തു. പക്ഷെ അതിൽ കിടക്കുമ്പോൾ നല്ല ഉറക്കം വന്നിട്ടാ എനിക്ക്. ഡോക്ടർ എന്ത് പറഞ്ഞു? 3 days മരുന്ന് വന്നിട്ടുണ്ട് കഴിക്കാൻ. 3 days മരുന്ന് കഴിച്ച ശേഷം മാറിയ ഓക്കെ ഇല്ലെങ്കിൽ പല്ലിനെ കട്ട് ചെയ്യാൻ പറഞ്ഞു. ഹലോ
അപ്പം ഇന്നത്തെ ഡേ ഔട്ടിൽ ഞാൻ ഹോസ്പിറ്റലിൽ ഫുള്ള് ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ ഉച്ചയാകുമ്പോഴേക്ക് ഫുള്ളും കഴിഞ്ഞു. അപ്പം ഞാനും എൻ്റെ വൈഫ് ഫ്രണ്ടും കൂടി നേരെ കവയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്വന്തം കണ്ടില്ലേ, ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ. അപ്പം ഇതുണ്ട് 2 കവയുണ്ട്, ഒന്ന് നോർത്ത് കവ ഒന്ന് സൗത്ത് കവ. അപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് നോർത്ത് കവയിലാണ്. ആക്ച്വലി ഇത് പാലക്കാടുള്ളവർക്ക് അറിയും ഇവിടുത്തെ കവ, ഓക്കെ. പക്ഷെ പാലക്കാട് അല്ലാത്തവർക്ക് അറിയാൻ വേണ്ടി പറയാണ്. ഇതാണ് ഞങ്ങളുടെ ചിൽ ഔട്ട് അറിയില്ലേ, ഞങ്ങൾക്ക് എന്താ പറയുക, എല്ലാ കപ്പിൾസ് എന്ന് പറയാം, ഈ ഫാമിലി എല്ലാവരും സൺഡേ സമയത്തൊക്കെ ഉണ്ടല്ലോ, ഫുൾ ഫാമിലിൻ്റെ തിരക്കായിരിക്കും ഇവിടെ. അടിപൊളി സ്പോട്ടാണ്. ഞാൻ കാണിച്ചു തരാം ഞങ്ങളുടെ കവന്. ബട്ട് ഈ കവന് കാണുമ്പോൾ എനിക്ക് എന്താണ് ഓർമ്മ വന്ന് ഞങ്ങളുടെ നേപ്പാളിൽ. ആക്ച്വലി ഞാൻ നേപ്പാളിൽ നിന്ന് വന്ന് ഒരാഴ്ച ആവാറായി. നേപ്പാൾ നന്നായി മിസ് ചെയ്യണം. അതിൻ്റെ ഇടയിൽ കൂടെ സംസാരിച്ച് ഞാൻ എൻ്റെ മാസ്കിൻ്റെ വള്ളികളൊക്കെ പൊട്ടിച്ചു. അപ്പോൾ ഞങ്ങളുടെ കവന് കാണിച്ചു തരാം. വരും നോക്കൂ ഞങ്ങളുടെ കവ എങ്ങനെ ഇരിക്കണെന്ന്. ആക്ച്വലി ഞാൻ നോക്കൂ പറഞ്ഞു ഞാൻ എല്ലാവരും ട്രോളുണ്ട്. ആക്ച്വലി ഞാൻ ശീലിച്ചു പോയത് ഞാൻ വെറുതെ വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ ബ്യൂട്ടിഫുൾ കവ. ആക്ച്വലി ഇതുണ്ടല്ലോ നല്ല പടർന്ന് കിടക്കുന്ന ഡാമാണ്, മലമ്പുഴ ഡാമിൻ്റെ ബാക്കിലുള്ളത്. അപ്പം നമുക്ക് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് കുറച്ച് ഇതിന് അതിസുന്ദരമായ എന്താ പറയുക കാഴ്ചകൾ കാണാം. ആക്ച്വലി കാറ്റും ഇങ്ങനെ വരുന്നത് കാരണം ഉണ്ടല്ലോ ഞാൻ സംസാരിച്ചാൽ കേൾക്കില്ല. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യാം. തരും. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും നമ്മുടെ കവനെ വിസിറ്റ് ചെയ്യണം. ആക്ച്വലി ഞാൻ നേപ്പാളിൽ പോകണം മുമ്പായിട്ട് ഒരു 4-5 മാസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ടല്ലോ ഈ വെള്ളം ഫുള്ളും ഡ്രൈ ആയിട്ടുണ്ടല്ലോ, ഫുള്ളും ഡ്രൈ ടൈപ്പായിരുന്നു. പക്ഷെ ഞാൻ തിരിച്ച് വരുമ്പോഴേക്കും നല്ല വെള്ളമൊക്കെ നിറഞ്ഞ് അടിപൊളിയായിട്ടുണ്ട്. അതും നല്ലൊരു വ്യൂ ആണ്, നല്ലൊരു എന്താ പറയുക പീസ്ഫുൾ മൈൻഡ് പറയില്ലേ, ആ ഒരു ഫീല് കിട്ടും. പിന്നെ ഇവിടെ ഷൂട്ടൊക്കെ എടുക്കാനുണ്ടല്ലോ, അടിപൊളി സീനറിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല വിശപ്പ്. അപ്പോൾ നമ്മൾ കവയ്ക്ക് പോണ സൈഡ് തന്നെ ഒരു ലെഫ്റ്റ് സൈഡിട്ട് ഒരു വീട് പോലെ ഞാൻ കണ്ടു കേട്ടോ. അവിടെ ഹോട്ടൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓക്കെ, ഞാൻ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയൊക്കെ ഞാൻ ചോദിച്ചോടെ ഫുഡ് എന്താ അങ്ങനെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഓക്കെ മീൽസാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ഞാൻ ചോറും പിന്നെ എന്താ 3 ടൈപ്പ് എന്തോ ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് പയർ, പിന്നെ ഉരുളക്കിഴങ്ങ്, നല്ല വറുത്ത ഉരുളക്കിഴങ്ങ്, പിന്നെ ചമ്മന്തി, പിന്നെ മെയിനായിട്ട് നമ്മുടെ പപ്പടവും, പിന്നെ ഫേവററ്റ് നമ്മുടെ എന്താ പറയുക മോരുകറി. ആക്ച്വലി എനിക്ക് മോരുകറി എൻ്റെ ഫേവററ്റ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ എനിക്ക് മോരുകറി കിട്ടും മതി. പിന്നെ നോക്കൂടെ ഒരു ഞങ്ങൾ മീനൊന്ന് ഓർഡർ ചെയ്തിട്ടോ, വലിയ മീൻ. ആക്ച്വലി അതിൽ 2 പേരല്ലോ 3 പേരൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിയുള്ളൂ, അത്രയ്ക്കും വലുത്. പക്ഷേ ക്യാമ്പിൽ കാണുമ്പോൾ ചെറുതുപോലെ തോന്നും, പക്ഷെ നേരിട്ട് നല്ല വലുതായിട്ട് ഞാൻ തൊട്ട് നോക്കണം. ഓക്കെ ചൂടുണ്ടോ എന്ന് തോന്നുന്നു, പക്ഷെ നല്ല ചൂടുണ്ട്. അപ്പോൾ ഞാൻ കാണിക്കണം, ഓക്കെ ഇതാണ് സംഭവങ്ങൾ, ഇങ്ങനെ കാണിക്കുകയാണ്. കണ്ടില്ലേ അതിൽ അച്ചറുണ്ടല്ലോ, ചമ്മന്തി, അത് തേങ്ങ ചമ്മന്തി അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡാമിൽ നിന്ന് പിടിച്ച മീനാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അതുള്ളത് 2 മാസത്തിന് ശേഷം കഴിക്കണം നമ്മുടെ കേരള ഫുഡ് ഊണ്. മോരും ചോറും അതിൽ ഉരുളക്കിഴങ്ങ് ഉപ്പേരി, പയറും നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പിലിട്ട മാങ്ങ നല്ലതാണോ നോക്കട്ടെ? ഞാൻ മാങ്ങ വാങ്ങിക്കാൻ വന്നിരിക്കണം. മാങ്ങ പല്ലുവേദന എന്നാലും ഞാൻ ഇടില്ല, നിറയെ ഇടിയും. 20 rupees മാങ്ങ. കവയ്ക്ക് ഒന്നും വെച്ചല്ലോ ഈ മാങ്ങ. ഇവിടെ വന്ന് എല്ലാവർക്കും ഈ മാങ്ങ ഇഷ്ടം. ടൈം പാസ് ഇതാണേ അല്ലേ. ഇത് ഫസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ കട. ഇത് പറഞ്ഞ ഇതിപ്പോ 5 മാസമായി. 5 മാസമായോ? നേരത്തെ കുറെ അടച്ചിട്ടതാണ്. ഞങ്ങൾ എപ്പോഴും വരുമ്പോൾ ആ ഒരു കടയിൽ ഞങ്ങൾ എപ്പോഴും വരുമ്പോണ്ടല്ലോ ഇവിടെ ഈ ഷോപ്പ് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ഒരു ഷോപ്പ് ഉണ്ടാവാറ്. പിന്നെ ഞാൻ ചോദിച്ചത് കട എന്താ ഇത്ര ദിവസം ഇല്ലാത്തത്. അപ്പോൾ അവർ പറയുന്നത് വെള്ളം കുറവായത് കാരണം ഇവിടെ ഒരു കച്ചവടം കുറവാണ്. അപ്പോൾ അവർ ഇവിടെ നിന്ന് സ്ഥലം മാറ്റി വേറെ അങ്ങോട്ട് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കവയ്ക്ക് പോവാം. ഏത് വഴി പോവാം? ഇപ്പം ഫുഡ് കഴിച്ചിട്ടുള്ളൂ, അപ്പോഴേക്ക് മാങ്ങ അടിച്ച് പറിക്കുക. കാവിൽ വന്നാൽ മാങ്ങ കഴിക്കാൻ താല്പര്യമല്ലേ, നല്ല ടേസ്റ്റാണ് മാങ്ങ. മാങ്ങ ശരി, ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് സൂപ്പർ ഫുഡ്, ഹോംലി ഫുഡാണ്.
നമ്മൾ വീട്ടിലെങ്ങനെ ഉണ്ടാക്കും അതേപോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ മീനാണ് പ്രശ്നം. അതെ ആണല്ലേ. വലിയ മീന് 2 പേർ കഴിക്കാൻ പറ്റും, 3 പേരെങ്കിലും വേണം മാക്സിമം. അപ്പോഴാണ് അത് ആ വലിയ മീനിനെ കഴിക്കുമ്പോൾ ഫുള്ള് തീരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ 2 പേരൊക്കെ ആണെങ്കിൽ തീരില്ല, ഹാർഡ്. പക്ഷെ വേർത്ത്, നമ്മൾ പൈസ കൊടുക്കുന്ന പൈസയ്ക്ക് വേർത്താണ്. അതും നമ്മുടെ മഴമ്പുഴ ഡാമിൽ പിടിച്ച മീനാണ്. ഇതാണ് ഞങ്ങളുടെ കവകളും മീൻസ് 2 സൈഡും കാടുകളൊക്കെ ആയിട്ടാണ്. സൂപ്പറാണ്. ഇത് കാണുന്നുണ്ടല്ലോ, എനിക്കെന്നെ നേപ്പാളിൽ ഓർമ്മ. ഞാൻ പറയില്ലേ, ഈ മല കാണുമ്പോൾ മലയിൽ ഓടിക്കയറി തലപ്പിൽ പോയി നിന്നാലോ എന്നൊക്കെ തോന്നുന്നുണ്ട്. മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ പാലക്കാട് വരികയാണെങ്കിൽ നമ്മുടെ ഖവനെ വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട. അടിപൊളി സ്പോട്ടാണ്. ഓക്കെ, വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ വെള്ളം കണ്ടപ്പോൾ വെള്ളത്തിൽ ഇറങ്ങണമെന്ന് ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നീന്താൻ അറിയാത്ത കൊണ്ട് മാത്രം ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയില്ല. പിന്നെ 1.5 മണിക്കൂർ കഴിഞ്ഞതൊക്കെ ഞാൻ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം ഓൾറെഡി സമയക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സന്ധ്യ നേരമായില്ലേ, എൻ്റെ അമ്മയുടെ വായ എനിക്ക് ചീത്ത കൊള്ളുന്നൊരു പേടി കൊണ്ട് ഒക്കെ ഞാൻ ഇറങ്ങി. അപ്പോൾ ആരെങ്കിലും അങ്ങനെ കവയ്ക്കൊക്കെ വരികയാണെങ്കിൽ ഉണ്ടല്ലോ, ഒരു 4:30-5 മണിക്കൊക്കെ വന്നു വെച്ചാൽ നല്ല എന്താ പറയുക, നല്ല സന്ധ്യ സമയത്ത് നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ലൊരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ കുട്ടി വ്ളോഗ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. കാരണം നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുക ഓക്കെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുക. അത് കാരണം എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ആൾസോ കമൻറ്റും ചെയ്യുക, എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.